പരിപാടിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയിരിക്കുന്നത് സുബിൻ പൊട്ടക്കുളം 500 രൂപ, ഷഹീർ കുടിവിള ദുബൈയിൽ നിന്നും 2000 രൂപ, ഫാറൂഖ് ദാറുസലാം 500 രൂപ, ഖത്തർ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഷാനവാസും അൽത്താറും കൂടി സംഭാവന നൽകിയത് 7000 രൂപ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 200 രൂപ, ഷഹീദ് ബിസ്മില്ല പാളയംകുന്ന് 1000 രൂപ, മൻഹർ അറഫ ഓടയം മരിച്ചുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യുവാൻ 5000 രൂപ, നാസിറുദ്ദീൻ തൊണ്ടുവിള കുരക്കണ്ടി 500 രൂപ, ബീര സാഹിബ് ഷാദോ 500 രൂപ, റാഫി തേജസ് കോടയം 200 രൂപ, സഫ്വാൻ ഫറഹത്ത് ഓടയം 1000 രൂപ, അർഷദ് ഖാൻ സജീന മൻസിൽ ഓടയമുക്ക് 500 രൂപ, ഫിറോസ് അക്രമീട് മരിച്ചുപോയ പിതാവ് നാസറിന് വേണ്ടി ദുആ ചെയ്യുവാൻ 500 രൂപ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി ദുആ ചെയ്യുവാൻ 500 രൂപ. ഇത്രയും പേരാണ് സംഭാവനകൾ നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് മർവാൻ സബിയുള്ള അല്ലമ ഓടയം മദ്രസയിലേക്ക് 10 കസേരകളും ഒരു വേസ്റ്റ് ബോക്സും സംഭാവന നൽകി. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാലിഹായ സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട സവിയുല്ലാ സാഹിബും അദ്ദേഹത്തിന്റെ മക്കളും ഈ പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും വളരെയധികം സംഭാവനകളും അതുപോലെ സാധനങ്ങളുമായും ഉപകരണങ്ങളായും ധാരാളം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളർച്ചവൻ ഇതെല്ലാം സ്വീകരിക്കുകയും ആഖിറത്തിൽ ദുനിയാവിൽ ആഖിറത്തിൽ മഹത്തമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുവാനാണ്. അല്ലാഹു അവർക്ക് നൽകിയ നിഅമത്തിൽ നിന്നും ആണ് അവന്റെ ഭവനമാകുന്ന ഈ പള്ളിക്ക് വേണ്ടിയും അതുപോലെ ഈ നാട്ടിലെ നല്ലവരായ മക്കൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അൽഹംദുലില്ലാഹ് ഒരു നല്ല കാര്യമാണ്. പണം ആർക്കും ഉണ്ടാകും, പക്ഷെ അത് ചെലവഴിക്കുവാനുള്ള സന്മനസ് കൂടിയുള്ളതാണ്. ആ പണം അതിന് സമൂഹത്തിന് നമുക്ക് സ്വന്തമായിട്ടും അതുപോലെ സമൂഹത്തിനും സമുദായത്തിനും ഇതുപോലുള്ള പൊതുവെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോഴാണ് ആ പണത്തിന് അതിൻ്റെതായ പ്രസക്തി, അതിൻ്റെതായ ഫലം പ്രഭാവം ഉണ്ടാകുന്നത്. അൽഹംദുലില്ലാഹ് മാതൃകാപരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മക്കൾക്കും അവരുടെ വ്യവസായ മേഖലകളിലും അതുപോലെ അവരുടെ തൊഴിൽ മേഖലകളിലും എല്ലാം അല്ലാഹു ധാരാളം നിഅമത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വ്യവസായങ്ങളെല്ലാം വളർന്ന് പന്തലിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സഹോദരൻ അല്ലാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി കൺകുളിർമയാകുന്ന സന്താനങ്ങളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയുടെയും മദ്രസയുടെയും കീഴിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തുടരണമെന്ന ആശയവുമായി ഇവിടുത്തെ മുഖ്യ രക്ഷാധികാരി ജനാബ് സഫിയുല്ലാ സാഹിബ് മുന്നോട്ട് വരികയും 5000 രൂപ ഇതിലേക്കായി സംഭാവന നൽകുകയും ചെയ്തു. തുടർന്ന് പേര് പറയാത്ത 2 സഹോദരിമാർ 2000 രൂപ വീതവും, ജനാബ് ഫാറൂഖ് സാഹിബ് 2000 രൂപയും ജനാബ് മുഹമ്മൻ 500 രൂപയും സംഭാവന നൽകി. അൽഹംദുലില്ലാഹ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള 6 വീടുകളിൽ ഭക്ഷ്യ സാധനങ്ങൾ ഇന്ന് വിതരണം ചെയ്യാൻ സാധിച്ചു. അത് തികച്ചും അതിന് അർഹതയുള്ള 6 പേരെ തന്നെയാണ് തിരഞ്ഞെടുത്ത് നൽകിയത്. അൽഹംദുലില്ലാഹ് അടുത്ത മാസം 6 പേർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ നൽകാനുള്ള സംഖ്യ പേര് പറയാത്ത ഒരു സഹോദരൻ വാഗ്ദാനം
ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള സഹോദരന്മാരെ, മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്. അതായത് സാധുക്കളെ സംരക്ഷിക്കുക എന്നുള്ള സാധു ജന സംരക്ഷണം, അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ പോലുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ 5 നേരം നിസ്കരിച്ചതുകൊണ്ടോ റമദാൻ മാസം ഒന്നാം നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ടോ മാത്രം നമ്മുടെ ഇസ്ലാമിന്റെ കടമ അവസാനിക്കുന്നില്ല. നാം ജീവിക്കുന്ന പൊതുസമൂഹത്തോട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട് ഒക്കെ നമുക്ക് കടമയും കടപ്പാടുകളുണ്ട്. ഇന്ന് അതൊന്നും കണ്ടറിയാനുള്ള സന്മനസ്സില്ലാത്തവരാണെന്ന് വളരെ കൂടുതൽ സമൂഹത്തിൽ ജീവിക്കുന്നു. നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ അങ്ങേ അറ്റത്ത് നടക്കുന്ന സംഭവങ്ങൾ വരെ നമ്മൾ ആ ഓരോ നിമിഷത്തോറും ഓരോ നിമിഷങ്ങളും നമ്മൾ അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു വാർത്താ മാധ്യമങ്ങളിൽ. എന്നാൽ നമ്മുടെ ഭവനത്തിന്റെ തൊട്ടടുത്ത, നമ്മുടെ മതിൽക്കെട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട ഉടലിൽ താമസിക്കുന്നവരുടെ വിശപ്പിന്റെ പേരിൽ നമ്മൾ അറിയുന്നില്ല. സഹോദരന്മാരെ, ഇത് ഒരു അസ്വസ്ഥത എനിക്കും ശബ്ദത്തിനോട് ഒരു ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള സംഭവങ്ങളും സംഭവവികാസങ്ങളും ഒക്കെ അറിയാനും കേൾക്കാനും അറിയാനും ഒക്കെ നമുക്ക് വീട്ടിനകത്തിരുന്നുകൊണ്ട് കഴിയുന്ന ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ വീട്ടുകളൊക്കെ നമ്മുടെ മതിലിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സാധുക്കൾ അവർ ആഹാരം കഴിച്ചു കിടക്കുന്നുണ്ടോ, അവരുടെ അടുപ്പിൽ തീ പൊഴിയുന്നുണ്ടോ എന്നുള്ള ഒരു വസ്തുത യഥാർത്ഥത്തിൽ നമുക്ക് അറിയാതെ പോകുന്നു, കാണാതെ പോകുന്നു. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതായത് നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനായി തീരുകയില്ല, അല്ല നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി തീരുകയില്ല, മുഅ്മിനായി തീരുകയില്ല. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവർ, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ആഹാരം കഴിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതെല്ലാം നാം ചെവിക്കൊള്ളണം. അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അവശത അനുഭവിക്കുന്നവർക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിലുള്ള വക നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ അന്വേഷിച്ചിറങ്ങി അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് അർഹമായത് ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷ്യസാധനം അരിയും മറ്റു സാധനങ്ങളുമായി നാം എത്തിച്ചു കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതിലേക്കായി ഉദാരമതികളായ സഹോദരന്മാരെ നമ്മൾ തന്നെ കണ്ടെത്തണം. അൽഹംദുലില്ലാഹ്, ഈ സംഭവം അറിഞ്ഞത് മുതൽക്ക് തന്നെ ഇത് ഒരു വ്യക്തിയാണ് ഇതിന് ഒരു തുടക്കം കുറിച്ചത്, സബീർ സാഹിബ്. അത് അറിഞ്ഞപ്പോൾ പലരും അതിലേക്ക് സ്വയം വന്ന് ചേരുകയാണ്. നല്ലൊരു മാതൃകയല്ലേ നമ്മൾ കാരണത്താൽ നല്ല ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ നമ്മുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രേരണ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ ആ നന്മ ചെയ്ത മനുഷ്യന് കിട്ടുന്ന അതേ പ്രതിഫലം ഇതിന് കാരണക്കാരനായ മനുഷ്യൻ. അപ്പൊ മഹത്തായ ഒരു സന്ദർഭമാണ്, ഒരു സംരംഭത്തിനാണ് തുടക്കം കൊടുത്തിരിക്കുന്നത്. കഴിയുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാവുകയും നമ്മുടെ ഈ മദ്രസയുടെയും ഈ ജന്നത്തുലൊരു മദ്രസയുടെയും പള്ളിയുടെയും പേരിൽ തന്നെ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഇത് നമ്മുടെ ഈ പള്ളിയുടെയോ അല്ലെങ്കിൽ മദ്രസയുടെയോ ഫണ്ടിൽ നിന്നും അല്ല. നമ്മുടെ മദ്രസയുടെയും പള്ളിയുടെയും ഫണ്ടിന്റെ കാര്യത്തെ നമുക്കറിയാമല്ലോ. അതുപോലെ പരിമിതമായ നിലയിൽ നമ്മൾ ഇതിലേക്കുള്ള സംഭാവനകളൊക്കെ കൊണ്ട് നടത്തി പോകുന്നതാണ്. ഇത് അതുമായി ബന്ധമില്ല. എന്നാൽ ഈ പള്ളിയുടെ കേരളത്തിലാണ് അത് കൊടുക്കുന്നത്. സ്വീകരിക്കുകയും
ഇതിന് അർഹമായ പ്രതിഫലം നൽകി ഇതിൽ പ്രവർത്തിച്ചവർക്കും അതുപോലെ സാമ്പത്തികമായി സഹായം ചെയ്തവർക്കും ഇതിനുവേണ്ടി ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിച്ച എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം.